നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓക്സിലറി ഇക്വേഷന് റാഷണൽ റൂട്ട്സ് ആണുള്ളത് എന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുവാനുള്ള മെത്തേഡാണ്. നമ്മൾ ഓൾറെഡി പ്രീവിയസ് ക്ലാസ്സിൽ തേർഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള മെത്തേഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഓക്സിലറി ഇക്വേഷൻ്റെ ആർബിട്രറി റൂട്ട് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കുന്നു. അതായത് എമ്മിന് 0 അല്ലെങ്കിൽ +or-1 +or-2 +or-3 നോർമലി ഇത്ര എത്തുമ്പോഴേക്കും നമുക്കൊരു റൂട്ട് കിട്ടുന്ന രീതിയിലുള്ള പ്രോബ്ലംസ് ആണ് ഡീൽ ചെയ്തിട്ടുള്ളത്. ഇൻറ്റിജേഴ്സ് എന്ന് പറയുമ്പോൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുക. +or-4 ഇങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് ഇക്വേഷൻ =0 എന്ന് കിട്ടുന്നു, അതായത് റൂട്ട് കിട്ടുന്നു. അപ്പോൾ എ ആണ് റൂട്ട് എന്നുണ്ടെങ്കിൽ m-a ഫാക്ടർ ആയിരിക്കും. m-a കൊണ്ട് നമ്മുടെ പോളിനോമിയലിനെ ഇക്വേഷൻ്റെ =0 കളഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ആ പോളിനോമിയൽ. അതിനെ ഫാക്ടറൈസ് ചെയ്യുന്നു. അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ കിട്ടും കോഷ്യൻ്റ് ആയിട്ട്. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അത് =0 എന്നുള്ളതിൽ സോൾവ് ചെയ്തിട്ട് എമ്മിൻ്റെ ബാക്കി രണ്ട് വാല്യൂസും കൂടി കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ച മെത്തേഡ്. അവിടെ നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നത് ഇൻറ്റിജർ റൂട്ട്സ് ആയിരുന്നു. അപ്പോൾ നമുക്കത് കുറച്ചും കൂടി എളുപ്പത്തിൽ കണ്ടുപിടിക്കാമായിരുന്നു. ഇനി അതല്ല, റാഷണൽ റൂട്ട്സ് ആണെങ്കിൽ എല്ലാ ഇൻറ്റിജേഴ്സും റാഷണലാണ്. p/q ഫോമിൽ എല്ലാ ഇൻറ്റിജേഴ്സിനെയും എഴുതാവുന്നതാണ്. q എന്നുള്ളത് +or-1 ആണെങ്കിൽ എല്ലാ ഇൻറ്റിജേഴ്സിനെയും നമുക്ക് റാഷണൽ നമ്പർ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. സോ ഈ മെത്തേഡ് യൂസ് ചെയ്ത് നമ്മൾ അവിടെ ചെയ്തതും ചെയ്യാവുന്നതാണ്. അതല്ലാത്ത രീതിയിലാവുമ്പോഴാണ് നമ്മുടെ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് അങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്തത്. അങ്ങനെയുള്ള സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കാം, എന്നാലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. ഒരു റൂട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ക്വാഡ്രാറ്റിക് ആണെങ്കിൽ അതെങ്ങനെ വേണമെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാൻ അറിയാം. കോംപ്ലക്സ് റൂട്ട് ആണെങ്കിൽ പോലും നമുക്ക് എളുപ്പത്തിൽ സോൾവ് ചെയ്യാവുന്നതാണ്. സോ ഇതിൻ്റെ ഒരു റൂട്ട് കണ്ടുപിടിക്കൽ തന്നെയാണ് നമ്മുടെ ടാസ്ക്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ അതിനു വേണ്ടി തിയറി ഓഫ് ഇക്വേഷനിലെ ഒരു റിസൾട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ഒരു പോളിനോമിയൽ ഇക്വേഷൻ, അതായത് നമ്മുടെ ഓക്സിലറി ഇക്വേഷൻ ഒരു പോളിനോമിയൽ ഇക്വേഷൻ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു റാഷണൽ റൂട്ടാണ് p/q. m1 = p/q. അതിൻ്റെ ഒരു റാഷണൽ റൂട്ടാണെന്ന് വിചാരിക്കുക. അത് ബ്രാക്കറ്റിൽ തന്നിട്ടുള്ളത് എക്സ്പ്രസ്ഡ് ഇൻ ലോവസ്റ്റ് ടേംസ് എന്ന് പറഞ്ഞാൽ ഇനി പിനും ക്യൂനും കോമൺ ഫാക്ടർ ഒന്നുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അതെല്ലാം കട്ട് ചെയ്തതിന് ശേഷമുള്ള ഏറ്റവും റെഡ്യൂസ്ഡ് ഫോമാണ് p/q എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ പിനും ക്യൂനും ഉള്ള ഒരു പ്രത്യേകതയാണ് ഇവിടെ പറയുന്നത്. പി എന്നുള്ളത് കോൺസ്റ്റന്റ് ടൈം a0ൻ്റെ ഫാക്ടർ ആയിരിക്കും. അതുപോലെ ക്യൂ എന്നുള്ളത് ലീഡിങ് കോഎഫിഷ്യൻറ്റ്, അതായത് an-ൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കും. അപ്പോൾ നമ്മൾ അവിടെ ഡീൽ ചെയ്യുമ്പോൾ നമ്മൾ ഇതുവരെ തേർഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് y'' ആ ഒരു കോഎഫിഷ്യൻ്റ് 1 ആയിരുന്നു. അപ്പോൾ ആകെയുള്ള ഫാക്ടേഴ്സ്, അതായത് ക്യൂവിൻ്റെ പോസിബിലിറ്റീസ് +or-1 ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇൻറ്റിജർ റൂട്ട്സ് എന്നുള്ളൊരു കേസിലേക്കാണ് പോയിരുന്നത്. അപ്പോൾ അതിന് പകരം ഇപ്പോൾ ഇവിടെ താഴെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കുക. അവിടെ കോഎഫിഷ്യൻ്റ് 3 ആണ് y''ൻ്റെ. സോ നമുക്ക് ഇൻറ്റിജർ റൂട്ട്സ് കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല, ചിലപ്പോൾ ഉണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യുന്ന ഒരു മെത്തേഡാണ് പറയുന്നത്. m1 = p/q ഈ ഒരു ഇക്വേഷൻ്റെ, ഒരു പോളിനോമിയൽ ഇക്വേഷൻ്റെ റൂട്ടാണെങ്കിൽ റെഡ്യൂസ്ഡ് ഫോമിലായിരിക്കണം. p എന്നുള്ളത് കോൺസ്റ്റന്റ് ടൈം a0ൻ്റെ ഫാക്ടറും q എന്നുള്ളത് ലീഡിങ് കോഎഫിഷ്യൻറ്റിൻ്റെ, അതായത് n-ൻ്റെ ഫാക്ടറും ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്ന മെത്തേഡ് a0 ഏതാണെന്ന് നോക്കുക. നമ്മുടെ ഓക്സിലറി ഇക്വേഷൻ എഴുതിയതിന് ശേഷം a0ഉം an-ഉം എഴുതുക, അതായത് ലീഡിങ് കോഎഫിഷ്യൻറ്റും കോൺസ്റ്റന്റ് ടൈമും എഴുതുക. ദെൻ രണ്ടിൻ്റെയും ഫാക്ടേഴ്സ് എഴുതുക. അപ്പോൾ pക്കുള്ള പോസിബിലിറ്റീസ് കിട്ടും, അതുപോലെ ക്യൂവിനുള്ള പോസിബിലിറ്റീസും കിട്ടും. ദെൻ p/qനുള്ള പോസിബിലിറ്റീസ്, എല്ലാതരം കോമ്പിനേഷൻസ് നമ്മൾ എടുക്കണം. p/qന് എടുക്കാവുന്ന എല്ലാ പോസിബിലിറ്റീസും നമ്മൾ നോക്കുന്നു. ദെൻ ആ എല്ലാ പോസിബിലിറ്റീസും നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് യൂസ് ചെയ്തിട്ട്, അത് കുറച്ചും കൂടി ടൈം കൺസ്യൂമിങ് ആണ്. ചിലപ്പോൾ കുറച്ചധികം പോസിബിലിറ്റീസ് അവിടെ ഉണ്ടായിരിക്കും, 5ഉം 10ഉം പോസിബിലിറ്റീസൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇന്നത് റൂട്ടാവുമോ എന്നുള്ളത്, എന്തായാലും അതിലുള്ളത് ഒരു റൂട്ടായിരിക്കും. അങ്ങനെയുള്ള റൂട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അതിന് റാഷണൽ റൂട്ട്സ് ഒന്നും ഇല്ല എന്നുള്ളൊരു കൺക്ലൂഷനിലെത്തും. പക്ഷേ നമുക്ക് ഇവിടെ ഡീൽ ചെയ്യാൻ പറ്റുന്നതിൽ എല്ലാറ്റിലും അങ്ങനെ റൂട്ട് ഉണ്ട് എന്നുള്ളൊരു രീതിയിലാണ്. ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ അതിൽ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് ഇതാണ്. കോൺസ്റ്റന്റ് ടൈമിൻ്റെ ഫാക്ടേഴ്സും എഴുതും, ലീഡിങ് കോഎഫിഷ്യൻറ്റിൻ്റെ ഫാക്ടേഴ്സും എഴുതും. ദെൻ p/qന് വരാവുന്ന പോസിബിലിറ്റീസ് എല്ലാം എഴുതും. ദെൻ അത് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് അതിലേതെങ്കിലുമൊക്കെ അതിൻ്റെ റൂട്ടാണോ എന്ന് നോക്കും. ഒരു
ഫാക്ടർ കിട്ടിക്കഴിഞ്ഞാൽ ഒരു റൂട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലോങ് ഡിവിഷൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. ദെൻ ഒരു ക്വാഡ്രാറ്റിക് കിട്ടും, അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും സോൾവ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ റൂട്ട് കണ്ടുപിടിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെയും ടാസ്ക്. അപ്പോൾ അതിനെ അപ്ലൈ ചെയ്യുന്ന മെത്തേഡ് ഇതാണ്. ആദ്യം ഓക്സിലറി ഇക്വേഷൻ, ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിലൂടെ തന്നെ ഞാൻ കാണിച്ചു തരാം. തേർഡ് ഓർഡർ ആണ് ഇതിൻ്റെ ഓക്സിലറി ഇക്വേഷൻ. ഓക്സിലറി ഇക്വേഷൻ 3m³ + 5m² + 10m - 4 = 0. പെൻ എന്നുള്ളത് ഇവിടെ 3 ആണ്, തേർഡ് ഓർഡർ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ an, അതായത് A3. ഇവിടെ n 3 ആണ്, A3 അല്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ an കൂടി എഴുതുന്നു. അത് 3 ആണ്. കോൺസ്റ്റന്റ് ടേം -4 ആണ്, അതിനെയാണ് നമ്മൾ a0 എന്ന് എടുക്കുന്നത്. കോൺസ്റ്റന്റ് ടേം -4. ഇനി p എന്നുള്ളത് a0ൻ്റെ പോസിബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ്. -4ൻ്റെ 1ഉം -1 എന്തായാലും ഉണ്ടായിരിക്കും, 2ഉം -2ഉം. അതാണ് ഞാൻ +or-1 +or-2. ഇനിയുള്ളത് +or-4. ഇത്രയും പോസിബിലിറ്റീസാണ് പിക്കുള്ളത്. ഇതേപോലെ തന്നെ ക്യൂവിനുള്ളത് ANൻ്റെ പോസിബിൾ ഫാക്ടേഴ്സ്. അപ്പോൾ +or-1 ഉണ്ടായിരിക്കും, +or-3 ഉണ്ടായിരിക്കും. ഇത് പ്രൈം നമ്പറാണ്. ഇത്രയാണ് അതിനുള്ള ഫാക്ടേഴ്സ്. ഇനി നമുക്ക് p/qവിന് വരാവുന്ന പോസിബിലിറ്റീസ് നോക്കുക. എല്ലാ കോമ്പിനേഷൻസും എടുക്കണം. 1/1 അത് 1 ആണ് വരിക. 1/-1 അത് -1 ആണ് വരിക. ഇനിയിപ്പോൾ -1/1 എടുത്താൽ -1 കിട്ടും, -1/-1 എടുത്താൽ 1 കിട്ടും. അപ്പോൾ ഇതിൻ്റെ എല്ലാ പോസിബിലിറ്റീസും കഴിഞ്ഞു. നമ്മളെല്ലാം നോക്കണം. റിപ്പീറ്റേഷൻ വരുന്നത് പിന്നെ എഴുതണ്ടെന്ന് മാത്രം. ഇനി 2 വെച്ചിട്ടുള്ളത് നോക്കാം. 2/1 2 തന്നെ. 2/-1 ആകുമ്പോൾ -2 എന്ന് വരും. അപ്പോൾ +or-2 ഉണ്ട്. പിന്നെ ഇനി തിരിച്ചെടുത്താലും ഇങ്ങനെ തന്നെയാണ്, ഇത് തലതിരിഞ്ഞ് വരുന്നത് മാത്രം. ഇനി 2ഉം 3ഉം തമ്മിലുള്ള പോസിബിലിറ്റി റേഷണലാണ്. അതിന് മുമ്പ് വേണമെങ്കിൽ 4ൻ്റെ എഴുതാം. 4ൻ്റെ 1 ആയിട്ട് വരുമ്പോൾ ഇൻറ്റിജേഴ്സ് ആദ്യം എഴുതുന്നതാണ്. 4ഉം 1ഉം എടുക്കുമ്പോൾ +or-4 എന്ന് കിട്ടും. ഇനി 1ഉം 3ഉം കൂടിയിട്ട് എടുക്കാം. അപ്പോൾ 1/3 ഉണ്ടായിരിക്കും. ഇനി -1/3 ഉണ്ടായിരിക്കും. അപ്പോൾ +or-1/3. ഇതേപോലെ +or-2/3 ഈ ഒരു പോസിബിലിറ്റീസ്. അപ്പോൾ +or-2/3 +or-4/3. അപ്പോൾ നമുക്ക് p/qവിന് ഇത്രയും ഫാക്ടേഴ്സ് ഉണ്ട്, പോസിബിലിറ്റീസ് ഉണ്ടായിരുന്നു. ഇനി ഇതിലെ ഓരോന്നും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. എല്ലാം ചെക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതിലേതെങ്കിലും ഒരു റൂട്ട് നമുക്ക് കിട്ടിയാൽ മതി. പക്ഷെ അത് കിട്ടുന്നത് വരെ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. ഇതിലുള്ള എല്ലാതും ട്രൈ ചെയ്താൽ മാത്രമാണ് നമുക്ക് റൂട്ട് ഇല്ല എന്നുള്ള കൺക്ലൂഷനിൽ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് 1-2 ചെയ്ത് നോക്കി റൂട്ട് കിട്ടിയില്ല എന്നിട്ട് നിർത്താൻ പറ്റില്ല. അപ്പോൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് യൂസ് ചെയ്തിട്ട്, അതായത് p/qവിൻ്റെ ആദ്യത്തെ പോസിബിലിറ്റി ഞാൻ ഒരെണ്ണം ട്രൈ ചെയ്യാം, ബാക്കി നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ട് കാൽക്കുലേറ്റർ ആകുമ്പോൾ കുറച്ചും കൂടി ഈസിയിൽ നടക്കും. എമ്മിന് പകരം 1 കൊടുക്കുമ്പോൾ 3 × 1³ + 5 × 1² + 10 × 1 - 4 എന്തായാലും 0 അല്ല, ≠ 0. -1 കൊടുത്താലും ≠ 0 കിട്ടും. 2 കൊടുത്താലും ≠ 0 കിട്ടും. -2 കൊടുത്താലും ≠ 0 കിട്ടും. 4 കൊടുത്താലും ≠ 0 കിട്ടും. -4 കൊടുത്താലും ≠ 0 കിട്ടും. നമുക്ക് =0 വരുന്ന ആദ്യത്തെ റൂട്ട് 1/3 ആണ്, +1/3 ആണ്. -1/3 ഇതിൻ്റെ റൂട്ടല്ല. ബാക്കി നിങ്ങൾ ഏതെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഇതിൽ വേറെ ഒന്നുമില്ല, ഈ ഒരു റൂട്ട് തന്നെയാണ് കിട്ടുന്നുള്ളൂ റേഷണൽ റൂട്ടായിട്ട്. ബാക്കി രണ്ടും കോംപ്ലക്സ് ആണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പോളിനോമിയലിനെ 3m³ + 5m² + 10m - 4 എന്നുള്ള പോളിനോമിയലിനെ m-1/3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി ഇവിടെ 3m³ ആണ്, ഇവിടെ m മാത്രമേ ഉള്ളൂ. സോ 3m² ആണ് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. ഇത് m-ഉം 3m² മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3m³ -1/3ഉം 3m² മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3ഉം 1/3ഉം ക്യാൻസലാവും, -m² എന്ന് കിട്ടും. സോ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഈ ടൈം 0 ആകും. 5m² - -m² എന്ന് പറയുമ്പോൾ 6m² ആയിരിക്കും. +10m
-4. സോ ഇനി ഇവിടെ എം, ഇവിടെ 6m², അപ്പം കുറവുള്ളത് 6m ആണ്, മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് 6m. സോ 6m². ഇനി -1/3 ഇൻറ്റു 6m, 1/3യും 6ഉം 3യും 6ഉം ക്യാൻസലാവും. അപ്പോൾ -2m, 6/3 2, അപ്പോൾ -2m എന്ന് കിട്ടും. ഇനി സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ 0 ആവും, ഇവിടെ +12m എന്നാവും. 10 - -2m ആണ്. ഇനി ഇവിടെ 12m 1/3 ഇൻറ്റു 12 4 ആണ്, മൈനസ് ഉണ്ട്, -4 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 എന്ന് കിട്ടും. എന്തായാലും 0 കിട്ടും, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മുടെ ഇക്വേഷനെ, ഓക്സിലറി ഇക്വേഷനെ നമുക്ക് ഇങ്ങനെ എഴുതാം: m - 1/3 ഇൻറ്റു 3m² + 6m + 12 = 0. അപ്പോൾ അതിൽ നിന്നും m - 1/3 = 0, അതായത് m = 1/3 or 3m² + 6m + 12 = 0. ഇനി ഇത് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാവുന്നതാണ്. a = 3, b = 6, c = 12. അപ്പോൾ അതിൽ നിന്നും m = -b, അപ്പോൾ -6 + or -6ൻ്റെ സ്ക്വയർ വരുമ്പോൾ 36, -4 × 3 12, 144 എന്ന് വരും, ഡിവൈഡഡ് ബൈ 2 × 3. സോ ഇതിൽ നിന്നും -6 + or -36 -144 -108 by 6. 108നെ 2 × 54 2 × 3 × 2 × 3 × 3. സോ നമുക്ക് അവിടെ വരുന്നത് -6 + or രണ്ട് 2 ഉണ്ട്, അപ്പോൾ 2 ഉണ്ട്, 2 3 ഉണ്ട്, 3 3 ഉണ്ട്, 6√3/6. സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്യുക, അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും: -1 + or -√3 എന്ന് കിട്ടും. അപ്പോൾ അതാണ് അതിൻ്റെ ബാക്കിയുള്ള, ഇവിടെ ഒരു i ഇടാൻ മറന്നു, മൈനസ് ആയതുകൊണ്ട് റൂട്ടിൻ്റെ ഉള്ളിൽ മൈനസ് വന്നു കഴിഞ്ഞാൽ ഒരു i വേണം. -1 + or -i√3. സോ കോംപ്ലക്സ് റൂട്ട്സ് ആണ്. ആദ്യത്തെ റൂട്ട് 1/3 ആണ്, അടുത്ത റൂട്ട് m1 ഇത്, ദെൻ അടുത്ത രണ്ട് വാല്യൂസ് ആൽഫ + or - i β എന്നുള്ള രീതിയിൽ എഴുതാം. -1 + or -i√3. അപ്പോൾ ആൽഫ -1 ആണ്, ബീറ്റ √3 ആണ്. സോ നമുക്ക് 3 സൊല്യൂഷനായി, 3 റൂട്ട്സ് കിട്ടി. സോ അതിൻ്റെ സൊല്യൂഷൻ y = c1 e⁻1/3x. ദെൻ അടുത്തത് e⁻⁴x, അപ്പോൾ e⁻−x -1 × x. c2 cos βx, അപ്പോൾ √3x + c3 sin √3x. ഇതാണ് അതിൻ്റെ സൊല്യൂഷൻ. അപ്പോൾ ഈ ഒരു മെത്തേഡാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. p/q ഫോമിലുള്ള റൂട്ട്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം a0-ൻ്റെയും, അതായത് കോൺസ്റ്റൻറ്റ് ടൈമിൻ്റെയും an-ൻ്റെയും പോസിബിൾ ഫാക്ടേഴ്സ് എഴുതുന്നു. a0-ൻ്റെ ഫാക്ടേഴ്സിനെ നമ്മൾ p എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ദെൻ a-ൻ്റെ ഫാക്ടേഴ്സിനെ q എന്ന് ഡിനോട്ട് ചെയ്യുന്നു. p/qൻ്റെ പോസിബിലിറ്റീസ് എല്ലാം നോക്കുന്നു. ദെൻ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് അതിലേതെങ്കിലുമൊക്കെ ഒന്ന് റൂട്ടായിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഒരു റൂട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാ പോലെ തന്നെ ലോങ് ഡിവിഷൻ അപ്ലൈ ചെയ്യുന്നു, ഫാക്ടറൈസ് ചെയ്യുന്നു, ബാക്കി 2 റൂട്ട്സും കൂടി കണ്ടുപിടിക്കുന്നു. നോർമലി നമ്മൾ എങ്ങനെയാണോ സൊല്യൂഷൻ എഴുതുന്നത് അതുപോലെ തന്നെ എഴുതുന്നു. സോ ഈ ഒരു മെത്തേഡിലാണ് റാഷണൽ റൂട്ട് വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത്. കുറച്ചും കൂടി ടൈം കൺസ്യൂമിംഗ് ആണ്.
എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ച് ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ട് അവസാനത്തേക്ക് നോക്കിയാൽ മതി. ചിലപ്പോഴൊക്കെയാണ് കണ്ടിട്ടുള്ളൂ, റയറായിട്ടാണ് വരാറുള്ളൂ.